ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 10th പ്രിലിംസിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ആൻസറും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമേത്? ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 2. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി അക്കമ്മ ചെറിയാൻ. മൂന്നാമത്തേത് നോക്കൂ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് KB മേനോൻ? ഏത് സംഭവമായിരുന്നു? കീയരിയൂർ ബോംബ് കേസ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കൂ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി. നമുക്കിവിടെ ഓപ്ഷൻ ഏത് കൊടുക്കാം? കൂട്ടെന്ന് കൊടുക്കാം അല്ലേ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, കൂട്ടാണ്. ഇവിടെ കൂട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ എന്ത് ചെയ്യാണ്? സൈബർ ക്രൈമിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ DDAD പദ്ധതി ഉണ്ട്. DDAD പദ്ധതി അവിടെ മൊബൈൽ ഫോണിൻ്റെ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്ന മറ്റൊരു പദ്ധതി. അടുത്ത നോക്കൂ. മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സ്വാമി വിവേകാനന്ദൻ. ആറാമത്തെ ചോദ്യം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം സി ആണ്. ഉത്തരം സി ആണ് കേട്ടോ. ഗുജറാത്തിലെ ധോളാവിര എന്ന സ്ഥലത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത നോക്കൂ. ഏഴാമത്തേത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആനി ബസന്റുമായി ബന്ധമില്ലാത്തതാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ തീർച്ചയായും നമുക്കിവിടെ ഏതൊക്കെയാണ്? 1. അതുപോലെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, അതും ആനി ബസന്റ് അല്ല. പിന്നെ ഏതാണ് ശരി? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ ശരിയല്ലാത്തത് 1ഉം 2ഉം. എട്ടാമത്തെ ചോദ്യം. പാഞ്ചാലി ശപഥം എഴുതിയതാര്? സുബ്രഹ്മണ്യ ഭാരതി. 9ാമത്തെ ചോദ്യം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? EV രാമസ്വാമി നായ്ക്കർ. 10ാമത്തെ ചോദ്യം നോക്കൂ. സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത് അത് തെലുങ്കാനയിലാണ്. തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാരാണ്. 11ാമത്തേത്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഇതിൽ ഏതാണ് ശരിയായത്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിൻ്റെ കാരണമായിരുന്നു. അതുപോലെ രാജ്മഹൽ കുന്നിലേക്ക് കലാപം നടത്തിയവരാണ്? സാന്താളുകളാണ്. അപ്പോൾ അവരല്ല, അത് തെറ്റാണ്. പിന്നെ കലാപത്തെറ്റ് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ എന്തിനായിരുന്നു? അത് മലബാർ കലാപം അല്ലെ, മാപ്പിള കലാപം, അത് പഠിക്കാനായിരുന്നു ഏൽപ്പിച്ചത്. അപ്പോൾ അതും തെറ്റാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. അടുത്തത് 12ാമത്തെ ചോദ്യം നോക്കൂ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. ഓപ്ഷൻ എ ആണ്. 13ാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. 14ാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരു അല്ല, പിന്നെ അറിയോ? ചട്ടമ്പി അല്ലേ? ചട്ടമ്പി. അടുത്തത് ചട്ടമ്പി അഖിലത്തിരുട്ടായിരുന്നാണ്. വൈകുണ്ഠസ്വാമി അല്ലേ? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ ദർശനമാല, അതാരാണ്? ദർശനമാല അത് ഗുരുവിൻ്റെതാണ്. അപ്പോൾ ശരിയായത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കുമ്മിയാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയിലാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻധൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അതല്ലേ ചോദ്യം. ഉത്തരം 70 വയസ്സിന് മുകളിലുള്ളവരെല്ലാം. ഓക്കെ, ഉത്തരം ക്ലിയർ അല്ലേ? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അടുത്ത ചോദ്യം നോക്കൂ. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം അതെപ്പോഴാണ്? 2010 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളം, കർണാടക, തമിഴ്നാട്, ഗോവ. കേരളത്തിൽ കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് അല്ലേ? അപ്പോൾ ഉത്തരം എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവരിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. ഏതായിരുന്നു? അപ്പോൾ നമുക്കിതിൽ നോക്കാൻ പറ്റുന്നതില്ലേ, ഫ്യൂഡൽ നികുതി നൽകുക അത് തീർച്ചയായും ശരിയല്ലല്ലോ അല്ലേ? നൽകാൻ അവർ തീരുമാനിച്ചിട്ടില്ല, അപ്പോൾ അത് പെടാത്തതായിരിക്കും. പിന്നെ നികുതി
അല്ലേ, സോറി, അവിടെ നമ്മൾ മാറിപ്പോയി. ഫ്യൂഡൽ നികുതി നൽകുക. ഇനി നികുതി നൽകാതിരിക്കുക, അത് തീർച്ചയായും പ്രസ്ഥാനവുമായി ബന്ധമുള്ളതാണ്. ബന്ധമില്ലാത്തതല്ല ചോദിച്ചത്. മൂന്നില്ലാത്തതും രണ്ടുള്ളതുമായത് ഏതാ? മൂന്നില്ലാത്തതും രണ്ടുള്ളതുമായ ഓപ്ഷൻസ്, അതിപ്പോൾ ബിയും സിയും ഉണ്ട് അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, രണ്ട് തീർച്ചയായും ഉൾപ്പെടാത്തത്, അതായിരിക്കും ഏകദേശം ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 20ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം? നവമഞ്ചരി അല്ലേ. അടുത്ത നോക്കൂ 21. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. അതുപോലെ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നതെന്നാണ്? ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമേത്? നീണ്ടകര. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യയിലായിരുന്നു. 28ാമത്തെ ചോദ്യം നോക്കൂ. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായമാണല്ലേ. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതൽ കണ്ടുവരുന്ന സംസ്ഥാനം? ഉത്തരം ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായലാണ് അല്ലേ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷാണ്. അതുപോലെ ഹോക്കിയാണല്ലോ. അടുത്തത് ഇരവികുളം ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. ആസാം ഹിമാലയ പർവ്വതത്തിൽ ഉയരം കൂടിയത് നംച ബർവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? കരേവ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം? അടുത്ത ചോദ്യം നോക്കൂ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം? ഓക്സ്ബോ ലേക്ക്. 41. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? സുകുമാർ സെൻ. 43. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന റിട്ട്? ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദവനം അല്ലേ. അടുത്തത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃതകൗർ, സരോജിനി നായിഡു. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും അതിലുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതേത്? റിസപ്റ്റസ് ഓഫ് ജീസസ് അല്ലേ, അത് പെട്ടതാണ്. തുഫത്തുൽ മുവഹിദീൻ അതിൽ പെടും. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പം 4 മാത്രമാണ് പെടാത്തത്. 47. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. വലൈക്കും അസ്സലാം. അടുത്ത നോക്കൂ. 48ാമത്തത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് താലീം. ശരിയാണ് അല്ലേ. ഇപ്പോൾ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതും ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. അതും ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. എല്ലാം ശരിയാണ്. 49. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡിയത്? ഇവിടെ തെറ്റ് വന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവയിലെ അല്ല, പിന്നെ എവിടെയാണ്? മനിലയിലാണ്. ഓക്കെ, ബാക്കിയൊക്കെ ശരി. 50. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. ഇനി 51. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അല്ലേ. ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ ശരി. കാരണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 14 19. അതുപോലെ തന്നെ സമത്വത്തിനുള്ള അവകാശമാണ് 14. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരെ 23 മുതൽ 24 വരെ. അപ്പോൾ 52. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? പിംഗലി വെങ്കയ്യ.
ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ എല്ലാം പെടും കേട്ടോ. 54 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 55 താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 ശരിയാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിരമിക്കൽ പ്രായം അത് 70 അല്ല, പിന്നെ എത്രയാണ്? 65 അല്ലേ, 70 അല്ല. ആദ്യം അങ്ങനെ ആയിരുന്നു, പിന്നെ മാറ്റിയില്ലേ. ഇനി നമ്മൾ 55 ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.